എന്താണ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ അവസ്ഥ? എന്താണ് ബി ജെ പിയോട് അവർ സ്വീകരിക്കുന്ന നില? രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എത്ര കണ്ടാണ് ബി ജെ പിയുടെ ബി ടീമായി മാറുന്നത്? എല്ലാവരുടെയും ശ്രദ്ധയിലുള്ള കാര്യമല്ലേ? വടക്കേ ഇന്ത്യ, ഡൽഹി ആയിരുന്നല്ലോ ബി ജെ പി ഭരണമില്ലാത്തൊരു നാട്. കെജ്രിവാളും AAPയുമായിരുന്നല്ലോ അവിടെ ഉണ്ടായിരുന്നത്. എന്താണ് കോൺഗ്രസ് ചെയ്തത്? ബി ജെ പി പ്രതിപക്ഷത്തെ വേട്ടയാടുന്നു, ബി ജെ പി ഇതര ഗവൺമെന്റുകളെ വേട്ടയാടുന്നു. അപ്പോൾ അവിടുത്തെ കെജ്രിവാളിന്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ അറസ്റ്റ് ചെയ്തു, ഒരു കേസിൽപ്പെടുത്തിയിട്ട്. എന്താ കോൺഗ്രസ് പറഞ്ഞത്? എന്താണ് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞത്? ഇയാളെയാണോ അറസ്റ്റ് ചെയ്യേണ്ടത്, കെജ്രിവാളിനെയല്ലേ എന്നല്ലേ ചോദിച്ചത്? കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പടക്കം പൊട്ടിക്കായിരുന്നില്ലേ കോൺഗ്രസ്? കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്തത്? ഇപ്പോ കോടതി കെജ്രിവാളിനെ കുറ്റവിമുക്തനാക്കിയല്ലോ. കോടതി നടപടി ബി ജെ പിക്ക് മാത്രമല്ലല്ലോ, കോൺഗ്രസിന്റെ നേതൃത്വത്തിനും മുഖത്തേറ്റ അടിയായല്ലേ മാറിയത്. ഇതൊരു ഭാഗം. അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. ഒരു സീറ്റും കോൺഗ്രസിനില്ലാത്തൊരു നാടല്ലേ അത്. എന്നാൽ ഉള്ള ശക്തി എന്തിനാ ഉപയോഗിച്ചത്? ബി ജെ പി ഒഴിവാക്കാനാണോ? ബി ജെ പി ഒഴിവാക്കാനാണെങ്കിൽ AAP അല്ലേ സഹായിക്കേണ്ടത്? അവിടെ അതിശക്തമായി AAP എതിർക്കല്ലേ ചെയ്ത്. അങ്ങനെ AAP അതിശക്തമായി എതിർത്താൽ ആരാ ജയിച്ചു വരികയെന്ന് അവിടുത്തെ സ്ഥിതിയിൽ എല്ലാവർക്കും അറിയാലോ. അത് ബി ജെ പി അല്ലേ. ബി ജെ പി ജയിച്ചു വന്നല്ലോ. ഇപ്പോൾ ബി ജെ പിയുടെ ബി ടീമായിട്ടല്ലേ ഫലത്തിൽ അവർ പ്രവർത്തിച്ചത്. ഇതേ കാര്യം തന്നെ ഹരിയാനയുടെ കാര്യം നോക്കൂ നിങ്ങൾ. ഹരിയാന നിയമസഭ ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് അവർ തന്നെ കണക്കാക്കുന്നില്ല. എല്ലാവരും ഉറപ്പിക്കുന്നു ബി ജെ പിയെ പരാജയപ്പെടുത്താനാവും. എങ്ങനെയാ ബി ജെ പിക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞത്? ബി ജെ പിയെ നേരിടാനുള്ള ശക്തി ഇന്ന് പലയിടത്തും നമ്മുടെ രാജ്യത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒറ്റയ്ക്കില്ല. അപ്പോൾ സാധാരണഗതിയിൽ ബി ജെ പി എതിർക്കാൻ താല്പര്യമുള്ള എല്ലാവരെയും ഒന്നിച്ചു നിർത്താൻ ശ്രമിക്കണം. ആ കാര്യം ചെയ്തോ കോൺഗ്രസ്? ഒന്നിച്ചു നിൽക്കാൻ സന്നദ്ധയുള്ളവരെയൊക്കെ അകറ്റിക്കളഞ്ഞില്ലേ? അതല്ലേ നടന്നത്? അതല്ലേ ബി ജെ പിയുടെ ജയത്തിലേക്ക് എത്തിച്ചത്? യഥാർത്ഥത്തിൽ ഫലത്തിൽ ബി ജെ പിയുടെ പാർട്ടിയായി മാറുകയല്ലേ ചെയ്തത്? ഇതല്ലേ നാം കാണേണ്ടത്. ബീഹാർ അടക്കമുള്ള തെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കിക്കോളൂ. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആദ്യമേ തന്നെ കുളം കലക്കുന്ന നടപടിയെടുക്കും. രംഗം കലുഷിതമാക്കിയിട്ട് പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? രംഗം കലുഷിതമാകുമ്പോൾ അതിന്റെ ഗുണഫലം കിട്ടുന്നത് ബി ജെ പിക്കല്ലേ. ബീഹാർ അടക്കമുള്ള തെരഞ്ഞെടുപ്പ് ഫലത്തെ ആദ്യത്തെ കോൺഗ്രസിന്റെ സമീപനം സ്വാധീനിച്ചില്ലേ? എല്ലാം ബി ജെ പിക്കല്ലേ സഹായകരമായിട്ട് വന്നത്. ഇങ്ങനെയെല്ലാം നേരത്തെ ചെയ്തവര്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവര്, അവരുടെ നിലപാടിൽ ഒരു മാറ്റവും ഇല്ലാതെ താൽക്കാലിക ലാഭത്തിനു വേണ്ടി കൂട്ടുകൂടാൻ തയ്യാറാകുന്നവർ ഒരു കാലത്തും ബി ജെ പിയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ച ഞങ്ങൾക്ക് നേരെ ആക്ഷേപം ഉന്നയിക്കാൻ തയ്യാറാണ്. അതൊന്നും നാട്ടിലേശുന്ന കാര്യമല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ നല്ലതുപോലെ കളവ്, നുണ സത്യമാണെന്ന് തോന്നത്തക്ക രീതിയിൽ പ്രചരിപ്പിച്ചാൽ അത് സത്യമായി അംഗീകരിക്കപ്പെടും എന്നുള്ള പഴയ ഗീബൽസിന്റെ സിദ്ധാന്തം ഉണ്ടല്ലോ. അതിൻ്റെ ആശാന്മാരായിട്ട് ആ പ്രവർത്തനങ്ങളും നടത്തി നോക്കുകയാണ്. പക്ഷേ ഈ അനുഭവമൊന്നും നാടിനോ നാട്ടുകാർക്കോ മറക്കാൻ കഴിയുന്നതല്ല.